ത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സാമൂഹ്യ മനോഭാവത്തെ സൂചിപ്പിക്കാനാണ്. സൈബർ ബുള്ളിങ്ങിനെതിരായിട്ട് പത്രസമ്മേളനത്തിനിടയിൽ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇന്ന് കേരളത്തിൽ പലയിടത്തുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബേസ് ചെയ്ത് പറയുകയാണ്. ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ്. അവിടെയാണ് ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അത് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, സ്കൂളിൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോലും അവിടുത്തെ സ്കൂളിലെ ഒരു അധികൃതരിൽപ്പെട്ട ഒരാളിരുന്ന് മുതിർന്ന സ്ത്രീയായ മന്ത്രിയായ എന്നെ ഇങ്ങനെ സൂം ചെയ്യാനും മുഖമില്ലാതെ ബോഡി പാർട്ട് മാത്രം എടുത്ത് പിന്നീട് അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. ആ ഒരു ധൈര്യത്തിന് എന്നതിനേക്കാൾ ഒരു മാനസികാവസ്ഥയാണ്. ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അതുണ്ടായത്. ആ കേസിൽ, പർട്ടിക്കുലർ കേസിൽ പിന്നെ അവർ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് മാപ്പും കാര്യമൊക്കെ ആയിട്ട് അത് പോയി. പക്ഷേ എങ്കിലും അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഇങ്ങനെയുള്ള നമ്മളെ ഇപ്പോൾ അപമാനിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ ശരീരത്തെ വെച്ച് മാതിരിയൊക്കെ കാണിച്ചാൽ, മുമ്പൊക്കെ സ്ഥിരം കേസ് കൊടുക്കുമായിരുന്നു. ആ കേസൊന്നും ആ കാലത്തൊന്നും നേരെ പലതും ആയിട്ടില്ല, ചിലത് മാത്രം രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ സ്പർശിക്കത്തില്ല. അത് അവരുടെ എന്താ പറയുക, സംസ്കാരമില്ലായ്മയായി ഒരു പരിധി വരെ നമുക്കത് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതല്ല കേരളത്തിലെ സാധാരണ സ്ത്രീകൾ. നിയമനിർമ്മാണം നടത്തേണ്ടതായിട്ടില്ലേ? തീർച്ചയായും ആ ഭാഗമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ, അവരുടെ ശരീരത്തെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ വ്യക്തിത്വത്തെ ഈ തകർക്കുന്ന രീതിയിലുള്ള ഈ കുറ്റകൃത്യത്തിനെതിരായിട്ട് നിയമനിർമ്മാണം അനിവാര്യമാണ്. അത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കും.